SSLC പരീക്ഷയ്ക്കായി കുട്ടികൾ എല്ലാവരും സ്കൂളിലേക്ക് എത്തുമ്പോൾ കോഴിക്കോട് എലൈറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 49-ാം നമ്പർ ക്ലാസ് റൂമിലെ ഒരു ബെഞ്ചിൽ ഒരു വിദ്യാർത്ഥിയുണ്ടാകില്ല. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളാൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ സീറ്റാണത്. ഷഹബാസിന്റെ രജിസ്റ്റർ നമ്പർ ആ ഡെസ്കിലും ബോർഡിലും കാണാം. MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക സജ്ജനയുടെ കയ്യിൽ മോഡൽ പരീക്ഷയിലെ ഷഹബാസിന്റെ ഉത്തരക്കടലാസുണ്ട്. 40-ൽ 35 മാർക്ക്. ഈ ഉത്തരപേപ്പർ നൽകാൻ ശനിയാഴ്ച സ്കൂളിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അവർക്ക് ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു ക്ലാസ് പിടിയെ വെച്ചിരുന്നത്. അപ്പോൾ അന്നാണല്ലോ അത് സംഭവിക്കുന്നത്. അപ്പോൾ പേപ്പർ വാങ്ങാൻ വരേണ്ട കുട്ടിയായിരുന്നു. ആ ശനിയാഴ്ച ഉച്ചയ്ക്ക് അവന്റെ ബോഡിയാണ് പിന്നീട് ഞങ്ങൾ കാണുന്നത്. SSLC പരീക്ഷയ്ക്ക് ക്രമീകരിച്ച ഹാളിൽ ഷഹബാസിന്റെ ഹോൾ ടിക്കറ്റ് നമ്പറുണ്ട്. 49-ാം നമ്പർ ഹാളിൽ അവസാന ബെഞ്ചിലെ അവസാന നമ്പറുകാരനായി. MJ സ്കൂളിൽ 10M-ലായിരുന്നു ഷഹബാസ്. 62-83-07 എന്ന് പറയുന്ന രജിസ്റ്റർ നമ്പർ അതിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ആബ്സെന്റ് മാർക്ക് ചെയ്യേണ്ടി വരും. ആ ബെഞ്ച് ഒഴിഞ്ഞു കിടക്കും. അവിടെ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യവും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതാണ്. എല്ലാ വിവരങ്ങളും നമ്മൾ തിരുവനന്തപുരത്തോട്ട് അയച്ചതാണ്. ലിസ്റ്റ് പോലുള്ള എല്ലാ രേഖകളും. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തന്നെയാണ്. ഷഹബാസ് ഇനി സ്കൂളിലേക്ക് എത്തില്ല എന്നത് അധ്യാപകർക്കൊക്കെ വലിയ വിഷമമുണ്ടാക്കുന്നുണ്ട്. കുട്ടികളോട് പറഞ്ഞിരുന്നു, മോഡൽ എക്സാമാണ്, നിങ്ങൾ ഈ എക്സാം മോഡലായിട്ട് തന്നെ എഴുതണം. കാരണം ഒരു പരസഹായമില്ലാതെ നിങ്ങൾ തന്നെ എഴുതിയിട്ട് ഞാൻ എത്ര മാർക്ക് കിട്ടണം എന്ന് നിങ്ങൾ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ളൊരു എക്സാം ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടത് എന്ന്. അത് കഴിഞ്ഞ് 2-ാം ദിവസം അവന് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ് പരസഹായമില്ലാതെ സ്വന്തമായിട്ട് എഴുതിയാണ്, അതുകൊണ്ട് എൻ്റെ പേപ്പർ എനിക്ക് എന്തായാലും കിട്ടണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ പേപ്പർ നോക്കുമ്പോൾ ആ എഴുതിയ പേപ്പർ വാങ്ങാനൊന്ന് ആ കരങ്ങളില്ല എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സംഭവം. ഷഹബാസിന്റെ കൂട്ടുകാർ ഇന്ന് പരീക്ഷ എഴുതാനെത്തും. തങ്ങളുടെ കൂട്ടത്തിലൊരാൾ ഇല്ലാതായതിന്റെ നൊമ്പരം അവരുടെ മനസ്സിൽ നിന്നകറ്റി നല്ല രീതിയിൽ കുട്ടികളെ പരീക്ഷ എഴുതിക്കാനുള്ള കാര്യങ്ങൾ അധ്യാപകർ ചെയ്യുന്നുണ്ട്.